ഏവർക്കും ദേവദാരുവിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സുസ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഈ നിവേദ്യ സമയത്ത് നമ്മളെ ഭക്തർ എന്തിനാണ് ക്ഷേത്രത്തിന് പുറത്തിറങ്ങി നിൽക്കുന്നത് എന്നാണ്. കാരണം എന്താണെന്ന് പലർക്കും അറിയത്തില്ല. എങ്കിലും ആ നേദ്യദ്രവ്യം ശ്രീകോവിലിലെ പ്രതിഷ്ഠാമൂർത്തിക്ക് സമർപ്പിക്കുന്നതിന് മുൻപായിട്ട് പൂജാരി നേത്യം നേത്യം എന്ന് ഉറക്കെ വിളിച്ച് പറയുക അല്ലേ. നമ്മളൊക്കെ ക്ഷേത്ര ദർശനം നടത്തുന്ന ആ ഒരു സമയത്ത് മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയാം, അത് കണ്ടിട്ടുണ്ടാവും. ഞാനും അങ്ങനെ എനിക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ സത്യമായിട്ട് എന്താണ് സംഭവം എന്ന്. അതിനുശേഷം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ സാധിച്ചതിലൂടെ, അതുപോലെ തന്നെ കുറേ ആചാര്യന്മാരുടെ അറിവുകൾ ലഭിച്ചതിലൂടെയാണ് എനിക്കും ഇത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതായത് നാലമ്പലത്തിൻ്റെ പുറത്തിറങ്ങി ഭക്തരെല്ലാവരും തന്നെ വെളിയിലിറങ്ങി നിൽക്കും അല്ലേ ആ നേത്യ സമയത്ത്. ആ നേത്യ സമയത്ത് ശീവേലി സമയത്ത് ഭക്തരെ ഇപ്രകാരമൊക്കെ പുറത്തിറങ്ങി നിൽക്കാറുണ്ട്. ആർക്കും തന്നെ കാരണം അറിയത്തില്ല. നിവേദ്യം കൊണ്ടുചെന്ന് ദേവന്റെ ബിംബത്തിന് അല്ല ദേവന്റെ ആ ഒരു പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ അർപ്പിച്ച് ഭഗവാനെ പൂജിച്ചതിന് ശേഷം, അതായത് ഏകദേശം 4 വിധ വിഭവങ്ങളൊക്കെ ഉണ്ട്. 6 രസങ്ങളോട് കൂടിയ നിവേദ്യം ദേവന് സന്തോഷവും സമൃദ്ധിയും സംതൃപ്തിയും ഒക്കെ അതിൽ നിന്നും ലഭിക്കും. അങ്ങനെ 6 രസം ഉണ്ടായിരിക്കണമെന്ന തത്വമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് തത്വം പ്രധാനമായിട്ട് പറയുന്നതും. എങ്കിലും പ്രധാനപ്പെട്ട രസം എന്ന് പറയുന്നത് മധുരമാണ്. ഈ മധുര രസം സകല രസങ്ങളുടെയും പ്രതിനിധിയാണ്. നമുക്കൊക്കെ അറിവില്ലാത്ത കാര്യമാണ്, എനിക്കറിയത്തില്ലായിരുന്നു. മധുര രസം എന്ന് പറയുന്നത് സകല രസങ്ങൾ പലതുണ്ട്, അതിൻ്റെ എല്ലാം തന്നെ പ്രതിനിധിയാണ് മധുര രസം എന്ന് പറയുന്നത്. അത് നിവേദ്യം സമർപ്പിക്കുന്ന സമയത്ത് തിടപ്പള്ളിക്കും ശ്രീകോവിലിനും ഇടയ്ക്കുകൂടി ആരും നടക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം ഭഗവാന്റെ നാവ്, അതായത് രസന, ശ്രീകോവിലിൽ നിന്നും തിടപ്പള്ളിയിലെ നിവേദ്യത്തിലേക്ക് നീണ്ടു കിടക്കുന്നതായാണ് സങ്കല്പം. അതായത് ഭഗവാന്റെ നാവെന്ന് പറയുന്നത് ശ്രീകോവിലിൽ നിന്നും തിടപ്പള്ളി വരെ ഇങ്ങനെ നീണ്ട് കിടക്കുകയാണെന്നാണ് പറയുന്നത്. ആയതിനാൽ അത് മറികടക്കാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വിശ്വസിക്കാം. അപ്പോൾ ശിവക്ഷേത്രങ്ങളിലെ നിവേദ്യ സമയത്ത് പുറത്തിറങ്ങി നിൽക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അപ്പോൾ ശിവക്ഷേത്ര നിവേദ്യത്തിൻ്റെ ആ സമയത്ത് പുറത്തിറങ്ങി നിൽക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് ശിവഭഗവാൻ എപ്പോഴും അപസ്മാരം എന്ന ഭൂതത്തെ വലതുകാൽപ്പത്തിയിൽ ചുവട്ടിലായിട്ട് ചവിട്ടി അമർത്തി പിടിച്ചിരിക്കുന്നതായിട്ട്, അതായത് അമർത്തി പിടിച്ചിരിക്കുകയാണ്, അതാണ് സങ്കല്പം. അപസ്മാരം എന്ന് പറയുന്ന ഭൂതത്തെ അങ്ങനെ വലതുകാലിൻ്റെ പാദത്തിന് കീഴെ ചവിട്ടി പിടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നടരാജ നൃത്തം എന്ന് പറയുന്ന നടരാജ വിഗ്രഹമുണ്ടല്ലോ, ആ നടരാജ വിഗ്രഹം പിന്നെ നമ്മൾ ശ്രദ്ധിച്ചൊന്ന് നോക്കിയാൽ മനസ്സിലാകാം. നല്ല പോലെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ഭഗവാന്റെ ആ നടരാജൻ്റെ രൂപത്തിന് താഴെയായിട്ട് വലതു കാൽപ്പത്തിയുടെ കീഴിലായിട്ട് ഒരു രൂപത്തെ ചവിട്ടിയാണ് ഭഗവാൻ നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത് എന്താണെന്നാൽ ഈ ഭൂതം സ്വതന്ത്രമാക്കപ്പെടുന്നത് നിവേദ്യ സമയത്ത് മാത്രമാണെന്നാണ് പറയുന്നത്. അപസ്മാരം എന്ന് പറയുന്ന ഭൂതം നിവേദ്യ സമയത്ത് മാത്രമാണ് ഭഗവാന്റെ കാൽക്കലിൽ നിന്നും അതിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അപ്പോൾ ഈ ഭൂതത്തിൻ്റെ ബാധ ഏൽക്കാതിരിക്കാൻ കൂടിയാണ് നിവേദ്യ സമയത്ത് ഭക്തർ പുറത്തിറങ്ങി നിൽക്കുന്നത്. ഈ സമയത്ത് ശിവക്ഷേത്രത്തിൽ നേർനടയിൽ നിന്ന് തൊഴാനും പാടില്ല. അപ്പം നേരെ നിന്ന് ഒരിക്കലും ഭഗവാന്റെ നേരെ നിന്ന് തൊഴാനേ പാടില്ല നിവേദ്യ സമയത്ത് കേട്ടോ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം അത് സ്വതന്ത്രമാക്കപ്പെടുന്ന ആ ഒരു ഭൂതം ഉണ്ടല്ലോ, അത് ഓവിലൂടെയും നേർനടയിലൂടെയും പുറത്തിറങ്ങാനായിട്ടാണ് ശ്രമിക്കുക എന്നാണ് ഇതൊക്കെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ അങ്ങനെ പറയപ്പെടുന്ന ഒരു സങ്കല്പമാണ്. അപ്പോൾ നിവേദ്യം തയ്യാറാകുമ്പോൾ നിവേദ്യ വസ്തുവിൻ്റെ ഗന്ധം മൂക്കിലൂടെ അനുഭവവേദ്യമാകാതിരിക്കാൻ നിവേദ്യം തയ്യാറാക്കുന്ന ആൾ വായു മൂടിക്കെട്ടി നിവേദ്യം തയ്യാറാക്കുന്ന രീതി ആദ്യകാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഇടതു കൈപ്പടം വലതു കൈമുട്ടിൽ സ്പർശിച്ച് ആദരപൂർവമാണ് ചട്ടവും കൊണ്ട് നിവേദ്യം ഇളക്കി പാകം ചെയ്യുന്നത്. ഗ്യാസിൽ നിവേദ്യം പാകം ചെയ്യുന്നത് ആചാര നിഷേധ്യമാണ്. ഇനി നിവേദ്യ മുദ്ര എന്താണെന്ന് നമുക്ക് നോക്കാം. ഇടതു കൈവിരൽ നിവർത്തിപ്പിടിച്ച്
പെരുവിരൽ ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുന്നതാണ് നിവേദ്യ മുദ്ര എന്ന് പറയുന്നത്. ഇടത് കൈവിരലുകൾ മടക്കി പെരുവിരൽ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നതാണ് നിവേദ്യ മുദ്ര എന്നും മറ്റൊരു അഭിപ്രായം കൂടി നിലവിലുണ്ട്. ഇനി പ്രതിഷ്ഠാ മൂർത്തിയുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും നിവേദ്യം വയ്ക്കും. അപ്പോൾ ഉപദേവത പ്രതിഷ്ഠകൾക്കും എല്ലാം തന്നെ നിവേദ്യം നടത്താറുണ്ട്. അപ്പോൾ പ്രതിഷ്ഠാമൂർത്തിയുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമായിട്ട് നിവേദ്യം വയ്ക്കാം. എന്നാൽ മുൻപിലും പിന്നിലും വയ്ക്കുവാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ശ്രീകോവിലിൽ അല്ലാതെ വെളിയിൽ പത്മം വിട്ട് പൂജ നടത്തുമ്പോൾ ഈ തത്വം കർശനമായിട്ട് പാലിക്കണമെന്നാണ് പറയുന്നത്. നിവേദ്യത്തെ അമൃതായി സങ്കല്പിച്ച് വേണം സമർപ്പിക്കാൻ. നിവേദ്യം ഒരിക്കലും നേരിട്ട് ദേവൻ സ്വീകരിക്കുന്നില്ല. അഗ്നി സംശുദ്ധി ചെയ്ത ശേഷമേ സ്വീകരിക്കൂ. ആയതിനാലാണ് മന്ത്രങ്ങളും നിവേദ്യ വസ്തുക്കളും അഗ്നിപത്നിയായ സ്വാഗയുടെ കയ്യിൽ കൊടുക്കുന്നത്. അഗ്നിയുടെ പത്നിയാണ് സ്വാഗ. അപ്പോൾ സ്വാഗാദേവി അതിനെ ഭർത്താവായ അഗ്നിയെ ഏൽപ്പിക്കുന്നു. അങ്ങനെ അഗ്നി അത് ശുദ്ധീകരിച്ചതിന് ശേഷമാണ് നിവേദ്യം. മന്ത്രത്തിൻ്റെ എല്ലാം ഒടുവിൽ സ്വാഹ സ്വാഹ എന്ന് പറയല്ലേ. അതായത് ഉദാഹരണം പറയാം, പ്രാണായ സ്വാഹ, അപാനായ സ്വാഹ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മന്ത്രങ്ങൾ ചൊല്ലുന്നത് കേട്ടിട്ടില്ലേ. അപ്പോൾ ആ മന്ത്രത്തിനൊക്കെ മുൻപിലായിട്ട് സ്വാഹ എന്ന് പറയുന്നത് അഗ്നിയുടെ പത്നിയായ സ്വാഹയെ പറ്റിയാണ് ഇവിടെ വിശദീകരിച്ച് പറയുന്നത്. അപ്പോൾ അഗ്നിയുടെ പത്നിയായ സ്വാഹയുടെ കയ്യിൽ നിവേദ്യം ഏൽപ്പിക്കുകയും ഇങ്ങനെ സമർപ്പിക്കുകയാണ് നമ്മൾ. അപ്പോൾ അഗ്നിക്ക് 7 നാക്കളുണ്ടെന്നാണ് പറയുന്നത്. കാളി, കരാളി, തുമ്രവർണ്ണ, അങ്ങനെ 7 നാക്കളാണ് ഉള്ളതെന്ന് പറയുന്നത്. അപ്പോൾ അഗ്നിയുടെ പത്നിയായ സ്വാഗയെ നമ്മൾ പൂജാദ്രവ്യങ്ങൾ സ്വാഗയ്ക്ക് സമർപ്പിക്കുക. സ്വാഗ അത് അഗ്നിക്ക് സമർപ്പിച്ച് അത് ശുദ്ധീകരിച്ചിട്ടാണ് നമ്മൾ നിവേദ്യങ്ങളൊക്കെ ഭഗവാന് സമർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാം തന്നെ നമ്മൾ പായസ രൂപേണയും ഒക്കെ നമ്മൾ നല്ലപോലെ അത് മധുരമാണല്ലോ ഭഗവാന്റെ ഇപ്പോൾ ഈ പറഞ്ഞ നിവേദ്യത്തിലെ ഏറ്റവും രസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭഗവാൻ ഇഷ്ടവും ഏറ്റവും കൂടുതൽ സമർപ്പിക്കുന്ന രസവും മധുരമാണ്. അതുകൊണ്ട് തന്നെ പായസമാണ് നിവേദ്യമായിട്ട് നമ്മൾ മിക്കവാറും എല്ലായിടത്തും തന്നെ ഭഗവാനെ സമർപ്പിക്കുന്നത്. ഏത് ക്ഷേത്രങ്ങളിലാണെങ്കിലും ഏത് പ്രതിഷ്ഠയാണെങ്കിലും ഏത് മൂർത്തിയാണെങ്കിലും സമർപ്പിക്കുന്നത് മധുരം നിറഞ്ഞ ആ മധുരരസം കലർന്ന പായസമാണ്, നിവേദ്യ പായസമാണ്. അത് പാൽപ്പായസം, പാല് ഒഴിച്ചുണ്ടാക്കുന്നതുണ്ട്, ശർക്കരയുടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അഗ്നിയിൽ ശുദ്ധീകരിച്ച ആ നിവേദ്യം ഭഗവാന് സമർപ്പിക്കുകയാണ്. ആ ഒരു സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ അപസ്മാരം എന്ന് പറയുന്ന ഭൂതം വെളിയിൽ പോകുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ ഭഗവാൻ ശിവക്ഷേത്രങ്ങളിലെ കാര്യമാണ് പ്രത്യേകിച്ചും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നിവേദ്യ സമയത്ത് പരമാവധിയും ക്ഷേത്രത്തിനകത്ത് നിൽക്കാതിരിക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളാണ് നമ്മൾ നിവേദ്യ സമയത്ത് ശ്രീകോവിലിന് വെളിയിൽ നിൽക്കുന്നതിൻ്റെ കാരണങ്ങൾ. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്ത ഒരു പുതിയ അധ്യായത്തിൽ വരും വരെ നന്ദി, നമസ്കാരം.